നമസ്കാരം ഗൈസ്. ഞാൻ അറിയാതെ തന്നെ ഒരു കിരീടം എനിക്ക് കുറച്ച് ആൾക്കാരെടുത്ത് തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതെന്റെ തല പൊട്ടിത്തെറിക്കാത്ത സംഭവം ആയതുകൊണ്ടും ഐ ഡോണ്ട് കെയർ. വേറെ ഒന്നുമല്ല, ഞാനാണ് ഇപ്പൊ അനുവിന്റെ PR എന്നുള്ള രീതിയിൽ 14 ലക്ഷത്തിന്റെ കണക്കൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും PR ആണ്. ഈവൻ ഇപ്പോ അനു എന്ന് പറഞ്ഞാൽ തന്നെ PR ആണ്. ഓക്കെ, അപ്പൊ കമന്റ്സിലൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പലരും പറയുന്നുണ്ട് ഞാൻ അനുവിന്റെ PR ആണെന്നുള്ളത്. 2 ഇമ്പോർട്ടന്റ് വീഡിയോ എനിക്ക് അനുവിനെ പറ്റി സംസാരിക്കാനുണ്ട്. അത് പലരിലോട്ടും എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മാനസികമായ അല്ലെങ്കിൽ മനസ്സിൽ നിന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാണാനുള്ള പ്രൊമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടാ ഗേൾസ് അടിച്ചു പിരിഞ്ഞേക്കാണ്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത് കിച്ചണിലാണ്. കിച്ചണിന്റെ കന്നിമൂലയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അനുമോൾ കിച്ചണിൽ കാലെടുത്ത് വച്ചാൽ അവിടെ ടമാർ പടാർ അടി വഴക്കാണ്. അപ്പൊ ഇവർ 3 പേരും കൂടി ഫുഡിന്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നു. ഞാനാണ് ഇത് നേരത്തെ പറഞ്ഞത്. നെവിന്റെ കേസും മറ്റും കണക്ട് ചെയ്തിട്ട് അനുവിന്റെ മെക്കെട്ട് കയറുന്നു. അനു തിരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ അതില നല്ല രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട. അതിൽ പറയുന്നുണ്ട് നീ അത് അണ്ണാക്കിലോട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിഴുങ്ങിക്കോളാൻ. സോ അതിൽ അങ്ങനെയാണ്. അതില ഒരു കൈൻഡ് ഓഫ് തഗ് ഓഫ് വാർ ആണ് സത്യം പറഞ്ഞാൽ. ആ രീതിയിലെ സംസാരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ തന്നെയാണ് അവിടെ അടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് പലരും പറയുന്നുണ്ട് അനുമോൾ ഇപ്പൊ കുറേശ്ശെ എന്താ പറയാ കുശുമ്പും കുരുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ ലൈവ് ഒന്നും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. അത് മാത്രമല്ല ഈ ഒരു സീസണിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഉൾട്ടയാണ്. ഫസ്റ്റ് ഒക്കെ ഭയങ്കര കാമായിട്ട് ഇപ്പൊ തീരാറായ 2 ആഴ്ചക്കാണ് ഇപ്പൊ അത്യാവശ്യം എല്ലാവരും കൂടി കത്തി അങ്ങ് എന്താ പറയാ കത്തി അമരുന്നത്. മൊത്തം കണ്ടൻസ് ഇങ്ങനെ വരുന്നത്. കണ്ടൻസ് ലൈക്ക് അത്യാവശ്യം വഴക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഒരു വീഡിയോയിലുള്ള ടോപ്പിക് മുഴുവനും അനുവിനെ ഇപ്പൊ വലിച്ചു താഴെയിടാൻ നോക്കുന്ന കുറച്ച് ആളുകൾ. ആൻഡ് ദ സെക്കൻഡ് വീഡിയോയിൽ ചില ആൾക്കാരുടെ സംശയമുണ്ട്. ഒരു കാർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ കാർ വിറ്റ് കഴിഞ്ഞാൽ കടം വീട്ടാലോ, എവിടെ നിന്നാണ് ഇത്രയും ഒരു പൈസ. അപ്പൊ ആ കുട്ടിയുടെ ഒരു ജേർണി എന്താന്ന് വേറൊരാൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലായതിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന 2 വീഡിയോസിന് സ്പെഷ്യലി അത് ഫുള്ള് കാണാൻ ശ്രമിക്കാൻ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.